ഏതാണ്ടൊരു 8 മാസത്തിനടുത്തായിട്ടോ ഈ വർക്ക് ചെയ്തിട്ട് ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, ഒരു വട്ടം നമ്മളത് വെയർ ചെയ്യുകയും ചെയ്തു. പക്ഷെ അന്നൊന്നും ഇത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഈ വീഡിയോ ഇങ്ങനെ എൻ്റെ ഗ്യാലറിയിൽ ഞാനിങ്ങനെ സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു എന്താ പറയുക, നമ്മുടെ ടെമ്പിൾ ബ്രൈഡൽ ലുക്കിൽ അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരു റെഫറൻസ് പോലെ നമ്മൾ ചെയ്തതാണ്. നമ്മുടെ പേജിലിടാം, കസ്റ്റമർക്ക് റെഫറൻസ് നോക്കുന്ന സമയത്ത് അത് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നെന്തായാലും അതെടുത്തിട്ട് അതിന് കുറച്ച് ഇത് കറക്ഷനൊക്കെ വരുത്താനുണ്ടായിരുന്നു. അതൊക്കെ വരുത്തി എന്നിട്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയ പോക്കാട്ടോ. ഇത് നമ്മുടെ ഇവിടെ വീടിനോട് ചേർന്ന ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ സത്യം പറഞ്ഞാൽ എനിക്കൊരു മൂഡും ഉണ്ടായിരുന്നില്ല. ക്യാമറ ഇതാക്കാനോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ഒരു മൂഡും ഇല്ലാണ്ട് പോയി എടുത്തതാണ്. പക്ഷേ ഇവള് രാവിലെ തന്നെ റെഡിയായി ഇതാക്കി നിന്നത് കൊണ്ട് എനിക്ക് എടുക്കാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ല. അങ്ങനെ പോയ പോക്കാണ്. അതായത് ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ കക്ഷിയുടെ പല്ലിലെ കമ്പി എടുത്തിട്ട് അതിൻ്റെ പ്രകസനം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും വേണം. പ്ലസ് അപ്പോൾ വിചാരിച്ചു പേജിലേക്കുള്ളതും കൂടി നമുക്ക് എടുക്കാം, അപ്പോൾ രണ്ടും നടക്കുമല്ലോ. അങ്ങനെ ആണ് ഈ ഒരു പ്ലാൻ. അതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവ്, അവൾ നല്ല ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒരു ആക്റ്റീവ് ആയിരുന്നില്ല. ശ്രദ്ധയിലത് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ആദ്യത്തെ ഫേസിൽ നിന്ന് ഇപ്പോൾ ഉള്ളതിലേക്ക് ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ടായി. അതായത് ഞാനിതിൽ എന്താ പറയുക, ഞാൻ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത സമയത്ത് കോപ്പിറൈറ്റ് കിട്ടി. അപ്പോൾ പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാം, ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് ആ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭയങ്കര വിഷമമായി പോയി. കാരണം ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിൻ്റെതും ബാക്കിയൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ആ ഒരു പാട്ടും കൂടി ഉണ്ടെങ്കിലേ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ, ഒരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് എനിക്കൊരു തോന്നൽ, എൻ്റെ ഒരു ഇത്. അപ്പോൾ പിന്നെ ഞാനത് കട്ട് ചെയ്തു കേട്ടോ ഗായ്സ്. അതായത് നിങ്ങളതിന് നമ്മുടെ ഇൻസ്റ്റയിലെ പേജിലോ അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലെ തന്നെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, അതേ രക്ഷയുള്ളൂ. അപ്പോൾ എന്താ പറയുക, ബാക്കി ജസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പാട്ട് മ്യൂട്ട് ചെയ്തിട്ട് മെൻഷൻ ചെയ്താലും ആ ഒരു ഭംഗി കിട്ടില്ല, അതാണ്. അതായത് ശരിക്കും 2 ഔട്ടുണ്ട്. ഒന്ന് നമ്മൾ നമ്മുടെ പല്ലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ട് എടുത്തതും, 2 നമ്മുടെ പേജിലേക്ക് എടുത്തതും. അപ്പോൾ അതിൽ നമ്മുടെ പേജിലിട്ടേക്കണ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കണില്ല. അല്ലാണ്ട് എടുത്ത വീഡിയോയുടെ എന്താ പറയുക, ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ കട്ട് ചെയ്തിട്ട് ആ നമ്മളെടുത്ത ഭാഗങ്ങളെ കുറച്ച് ബീറ്റ്സ് മാത്രം ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ, പാട്ടില്ലാണ്ട്. അതിന് ഒറിജിനൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലെ പേജിലോ പോയി നോക്കിയാൽ മതി. അപ്പോൾ അവിടെ കാണാൻ പറ്റേ. അപ്പോൾ കണ്ടൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.